ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ സ്വന്തം മിസ്റ്റർ നന്ദു ടെക്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് IQ Neo 9 എന്ന് പറഞ്ഞ മൊബൈൽ ഇന്ത്യയിലേക്ക് വരാണ്. അതായത് നെക്സ്റ്റ് മന്ത്, അതായത് 22/2/2024 റിലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫെബ്രുവരി. സോ നമുക്ക് നോക്കാം, അത് ഡേറ്റ് ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയെന്ന് വരാം, നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരി 22 റിലീസ് ആവുക, അതായത് അടുത്ത മാസം. അപ്പോൾ ഈ മാസം കഴിയാനായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. IQ ഇഷ്ടപ്പെടുന്നവർ കൂടിക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും ലേറ്റ് ആകാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. തന്നെ ഞാനൊരു കാര്യം പറയാലോ, ഇതിന്റെ പ്രൊസസ്സറിലേക്ക് കടക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് IQ Neo 9 എന്ന് പറഞ്ഞ മൊബൈലിൽ വെക്കുന്നത്. ഇനി എല്ലാവർക്കും ഡിഫറെന്റ് ഉണ്ടാവും. IQ Neo 9 Proയിലാണ് ഈ വരുന്ന സ്നാപ്ഡ്രാഗൺ 888+ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വരുന്നത്. IQ Neoണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വെക്കുന്നത്. ഇനി ഇതിന്റെ ഇഞ്ചസിലേക്ക് കടക്കണം. 6.78 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ചെറിയ കേർവ്ഡ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ചെറിയൊരു കേർവ്ഡ്. അതേപോലെ തന്നെ 144 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതിന് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുത്തിന്. ആദ്യമായിട്ടാണ് ഇത്ര ചെറിയൊരു പ്രൈസിൽ നമുക്ക് കേർവ്ഡ് എന്താ പറയുക AMOLED ഡിസ്പ്ലേയും അതേപോലെ തന്നെ 144 Hz റീഫ്രഷ് റേറ്റും കിട്ടുന്നത്. സോ ബിഗ് സല്യൂട്ട് IQ. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ റെസൊല്യൂഷനാണ് 2800x1260 റെസൊല്യൂഷനാണ് വരുന്നത്, അതായത് പിക്സലാണ് വരുന്നത്. ഇനി Android 14 ഇത് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറയിലേക്ക് കടക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ MBയുടെ സോണി IMX 960 പ്രൈമറി സെൻസർ ആണ് വരുന്നത്. OIS അവൈലബിൾ ആണ്. ഈ OISന്റെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഷോർട്ടാക്കി പറയുന്നതാണ് OIS എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്യാമറ ആണെങ്കിൽ 8 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ ആണ് വരുന്നത്. അതിൽ ഇമേജ് ഒപ്റ്റിക്കൽ സെൻസർ ഒന്നുമില്ല, അത് നമ്മൾ പറഞ്ഞല്ലോ മെയിൻ ക്യാമറയിലാണ് ഉള്ളത്. ബാക്ക് ക്യാമറയിൽ ഏത് ഇതിൽ 8 MBയിൽ എടുക്കുകയാണെങ്കിലും അതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓക്കെ, ഏതെടുക്കണം കണക്ക് തന്നെയാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവർ കുറച്ച് ഡിഫറെൻറ്റ് കൊണ്ടുവന്നെ. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയാണ് IQ പൊതുവെ പാളിച്ചപ്പെടുക. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികം ഫ്രണ്ട് ക്യാമറയിൽ 4K എടുക്കാൻ പറ്റില്ല, പക്ഷെ ബാക്ക് ക്യാമറയിൽ 4K അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 180p അവൈലബിൾ ആണ്, 720p അവൈലബിൾ ആണ്. സോ എല്ലാത്തിലും അവൈലബിൾ ആണ്. 4K ആണ് എല്ലാവരും എടുക്കുക, നല്ലത്. ഓക്കെ, ഇനി മൊത്തത്തിൽ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ IQ അടുത്ത മാസം റിലീസ് ചെയ്യുന്നതിൽ ബെസ്റ്റ് മൊബൈൽ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ സ്പെഷ്യലായിട്ട് വേപ്പർ കൂളിംഗ് ചേംബർ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവൻ പൊട്ടനാണോ, ഇതെന്ത് പൊട്ടത്തരാ പറയുന്നതെന്ന്. അല്ല, അതായത് ഹീറ്റ് ആവുമ്പോൾ നമ്മുടെ ഫോൺ ഹീറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തണുപ്പിക്കാനുള്ള സിസ്റ്റം ആ ഫോണിലുണ്ട്. നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുമ്പോൾ അപ്പം തന്നെ, അതായത് ഹീറ്റ് അനുഭവപ്പെടുമ്പോൾ ചെറിയൊരു ഹീറ്റ് അനുഭവപ്പെടുമ്പോൾ തന്നെ നമ്മളെ ഫോണ് അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ ഇത് കൂളിംഗ് പ്രവർത്തിപ്പിക്കും. അങ്ങനെ കൂളിംഗ് പ്രവർത്തിക്കുന്ന സമയത്ത് ഹീറ്റ് മൊത്തം ഇത് ഹീറ്റുള്ള ഭാഗം തണുപ്പിക്കും. പിന്നെ ഇതിന്റെ മെയിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തി ഗെയിം കളിക്കുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് കയറില്ല, ഇത് നേരെ പോയിട്ട് വേറെ ഇത് ഹാർഡ്വെയറിലേക്ക് കയറില്ല, ഒരിക്കലും ബാറ്ററിയിലേക്ക് കയറില്ല. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, ഈ IQ ഗെയിമിങ് വിട്ട് കളിയില്ല. അതാണ് ഞാൻ ഇവരെ ഭയങ്കര സെല്യൂട്ട് കൊടുക്കുന്നത്. അവർ പ്രധാനം കൊടുക്കുന്ന ഗെയിമാണ്. കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ചിലവാകുന്ന ഗെയിമേഴ്സിനാണ്. അതായത് ഗെയിം കളിക്കാൻ പറ്റിയ മൊബൈലാണ്. മോൺസ്റ്റർ എന്ന് പറയാം, ഗെയിമിംഗ് രാജാവ് എന്ന് പറയാം IQ Neo. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് IQ Neo 9. സോ 9 Proന്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയില്ല. അതിൽ സ്നാപ്ഡ്രാഗൺ 888+ എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം. IQ ഫാൻസ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് IQയുടെ ഏത് സീരീസ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ്.